ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിലുള്ള ചെടികൾ നിറയെ ഭ്രാന്ത് പിടിച്ച് പൂക്കുന്ന പോലെ ഇല കാണാതെ പൂക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്ന് പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പല രീതിയിലുള്ള കുറുക്ക് വഴികൾ ചെയ്തിട്ടും നിങ്ങളുടെ വീട്ടിലെ ചെടി പൂക്കുന്നില്ലെങ്കിൽ ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഐഡിയയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ റോസ് ആയിക്കോട്ടെ, മുല്ല ആയിക്കോട്ടെ, എന്ത് ഫ്ലവറിങ് പ്ലാന്റ് ആയിക്കോട്ടെ, അത് പൂക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂച്ചട്ടിയിൽ ഇരുന്നിട്ട് ചെടി നിറയെ പൂക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ചെടിയാണെങ്കിൽ അതിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളങ്ങൾ ഇനി പറയുന്നവയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് പുളിപ്പിച്ചൊഴിക്കുന്ന വളങ്ങൾ നിങ്ങൾ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ കടലപ്പിണ്ണാക്ക് പൊളിപ്പിക്കുന്നതോ അല്ലെങ്കിൽ വേപ്പ് പിണ്ണാക്ക് പൊളിപ്പിക്കുന്നതോ എന്ത് പിണ്ണാക്ക് പൊളിപ്പിക്കുന്ന വളങ്ങളാണെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പം തുടർച്ചയായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യുക. അപ്പം മണ്ണിലെ pH ശരിക്കും ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ ഇനി കൊടുക്കുന്ന വളങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ pH എപ്പോഴും നല്ല രീതിയിൽ സ്റ്റേബിൾ ആക്കി നിർത്തണം. അപ്പോൾ ആ രീതിയിൽ പുളിപ്പിച്ചൊഴിക്കുന്ന വളങ്ങൾ ചെയ്യുന്നത് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്യാം, ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇപ്പം ഈ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി വളങ്ങൾ ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കേണ്ട ഒരു മരുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മൂലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യം സൾഫേറ്റ്, നമ്മൾ എപ്സം സാൾട്ട് നമ്മൾ പലപ്പോഴായിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുത്തൊരു വളമാണ്. അപ്പോൾ ഈ ഒരു ചെടിക്ക് നമ്മൾ ആദ്യം തന്നെ 1 ടീസ്പൂണ് എപ്സം സാൾട്ട് നമ്മുടെ ചട്ടിയിലെ ചോട്ടിൽ ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നൽകേണ്ട ഒരു വളമാണ് DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഏകദേശം ഒരു ബ്ലാക്ക് കളറിൽ, ഒരു ചാര കളറിലൊക്കെ ഉണ്ടാകുന്ന ഗ്രാനുവൽസ് ആയിട്ട് കിട്ടുന്ന ഒരു വളമാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷം ചട്ടിയിൽ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. അത് ഇടേണ്ട അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടീസ്പൂണും അല്പം കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൂടി ആയിട്ട് 1.5 ടീസ്പൂൺ അളവിൽ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ കൂടുതലായിട്ട് നല്ല രീതിയിൽ പച്ചപ്പായിട്ട് ചെടി മാറും. അപ്പം ചെടി നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, കുറച്ച് മഞ്ഞ വരകളൊക്കെ ഇല ഉണ്ടായിരുന്നെങ്കിൽ ആ മഞ്ഞ വരകളൊക്കെ മാറിയിട്ട് ചെടിയിൽ നല്ല രീതിയിൽ പച്ചപ്പിലേക്ക് മാറും. അപ്പോൾ അത് മഗ്നീഷ്യം ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മഗ്നീഷ്യം ചെടിയുടെ ഇലകളുടെ ഹരിതകത്തിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല പച്ചപ്പിലേക്ക് മാറുകയും ചെയ്യും. ചെടി പൂക്കാൻ വേണ്ടിയുള്ള ഒരു പരുവത്തിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യും. അപ്പോൾ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോസ്ഫറസ് അടങ്ങിയ വളം ആയതുകൊണ്ട് തന്നെ ചെടി പിന്നെ പൂക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ കൊടുത്ത് 15-20 ദിവസം കഴിയുമ്പോൾ തന്നെ ചെടിയിൽ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 1 മാസം ആകുമ്പോൾ തന്നെ ചെടിയിൽ പൂമുട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഈ എപ്സം സാൾട്ട് കൊടുക്കുകയും പിന്നീട് നമ്മൾ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് കൂടുകയും ചെയ്യും, പെട്ടെന്ന് പൂക്കാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് പൂക്കളുടെ മൊട്ടുകൾ വന്ന ശേഷം ഈ മൊട്ടുകൾ കൊഴിഞ്ഞു പോകുന്ന കേസുകൾ ഉണ്ടെങ്കിൽ, നമുക്ക് റോസിനൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഇഷ്ടംപോലെ മൊട്ടുകൾ ഉണ്ടാവും, ഭൂരിഭാഗം കൊഴിഞ്ഞു പോയിട്ട് 2-3 മാത്രം പൂക്കളായിട്ട് മാറും. അങ്ങനത്തെ കേസുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു DAP വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കുക. നന്നായിട്ട് കലങ്ങിയെടുക്കാൻ കുറച്ച് സമയം പിടിക്കുമെങ്കിലും നന്നായിട്ട് കലക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ 1 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുത്ത ശേഷം അതിലേക്ക് 3 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത ശേഷം നമുക്ക് ഈ സ്പ്രേ ബോട്ടിൽ നിറച്ചിട്ട് ചെടിയുടെ ഇലയിൽ മുകളിലും താഴേക്ക് ആയിട്ട് സ്പ്രേയും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ സ്പ്രേയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ ഇതൊക്കെ അബ്സോർബ് ചെയ്ത് ചെടിയിൽ നല്ല രീതിയിൽ നിറയെ പൂക്കൾ വന്ന് നിറയും. അപ്പോൾ ഈ ബോഗൺ വില്ലയിലൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു ടൈം കൂടിയാണ് ഇപ്പം. അപ്പോൾ അതിനെക്കുറിച്ച് ബോഗൺ വില്ലയ്ക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ചെടി റോസ് ഒക്കെ ആണെങ്കിൽ, മുല്ലയൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. മുല്ലയൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ സംഭവം സൂപ്പറായിട്ട് കണ്ണും അടച്ച് ചെയ്യാം. ആ രീതിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വളം കൂടിയാണിത്. അപ്പം ഈ രീതിയിലൊക്കെ വളങ്ങൾ ചെയ്ത് നിങ്ങളുടെ ചെടിയിൽ പൂക്കളുടെ ശേഷം അതിൻ്റെ റിസൾട്ട് വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.